ഇങ്ങനൊരു സിനിമ ഇതൊരു മോശം സിനിമ എന്നുള്ളതല്ല, ഇത് ഏറ്റവും ബ്രില്യൻ സ്ക്രിപ്റ്റിൽ വന്ന ഏറ്റവും ബ്രില്യൻ സിനിമയാണ്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമ്പോൾ ആ മഴയത്ത് എൻ്റെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നതും, പിന്നെ ഒരു പ്രൊഫൈൽ ഷോട്ട് ഇങ്ങനെ ചേട്ടൻ കണ്ണാടി വെച്ചിരിക്കുന്ന കണ്ണാടി ഊരിയിട്ട് ചേട്ടൻ്റെ യൂഷ്വൽ കണ്ണാടി എടുത്ത് വെക്കണം. കട്ട് കഴിഞ്ഞിട്ട് മാറി വന്നിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ബുക്കും പിടിച്ചിരുന്ന് വക്കച്ചൻ വിടാതെ പിടിക്കുക. അങ്ങനെയൊക്കെ പണ്ട് ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മെത്തേഡ് ആക്ടിങ്. നമ്മൾ അതിനുവേണ്ടി വീട്ടിൽ പോയി കണ്ണാടി മുമ്പ് റിഹേഴ്സൽ എടുക്കുക പരിപാടികളൊന്നും ഒരു കാലത്തും ഇല്ല. അതിപ്പോൾ ഈവൻ സർഗമാണ് പോലും. അത് ഉണ്ണിലാൽ ഭയങ്കര ചുള്ളനായിട്ട് ഇങ്ങനെ ചിരിച്ചു ഞാൻ നീൾക്ക് എൻ്റെ ഒരു ചായ ഉണ്ട് പഴയ മീശ പഠിച്ച സമയത്ത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ എല്ലാവരും പറഞ്ഞത് മനോജേട്ടൻ്റെ അതുണ്ടല്ലോ. അപ്പം അപ്പോഴേ ഞാൻ ഉണ്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മനോജേട്ടൻ്റെ ഓട്ടോ ഒക്കെ പഠിച്ചായിരുന്നു ഒരു പടത്തുനിന്ന്. എന്നോട് പറഞ്ഞു മനോജേട്ടൻ ഓടുന്നൊരു സ്റ്റൈലുണ്ട്, ഞാനൊക്കെ പഠിച്ചത്. അവരോട് അതൊന്നും വേണ്ട. അതിനകത്ത് വിജയുടെ ഓപ്പോസിറ്റ് എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്, 1000 യാനയ്ക്ക് സമണ്ടാനി ഗില്ലി ഗില്ലി ഗില്ലിടാ. മാസങ്ങളോളം മാറി നിന്നിട്ടുണ്ട്, പലരും അവഗണിച്ചിട്ടുണ്ട്. ഒരാളെ വെട്ടിയിട്ട് അവൻ വേണ്ട, അല്ലെങ്കിൽ പാര വെച്ചിട്ട് ആ റോഡിലേക്ക് ഞാൻ കയറി. ഇതൊന്നും നമ്മുടെ ലൈഫിലേ ഇല്ല, അതൊന്നും നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരിക്കലും താഴില്ല, താഴ്ക്കാൻ പാടില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. സിനിമയെ അതിൻ്റെ പരിശുദ്ധമായ രൂപത്തിൽ ആഗ്രഹിക്കുന്നവരെ സിനിമ തിരിച്ചും ആഗ്രഹിക്കും, അവർക്കൊരു നീതി ലഭിക്കും എന്നതിൻ്റെ തെളിവാണ് രേഖാചിത്രം എന്ന സിനിമ. ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി നിറഞ്ഞാടിയവർ മനോജ് കെ ജയൻ, സരിൻ ഷിഹാബ്, ഉണ്ണിലാലു എന്നിവർ ചേരുന്നു. നമസ്കാരം. ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ആ സിനിമയിൽ ഇപ്പോൾ ആസിഫ് അലി എന്നുള്ള നായകൻ, അനശ്വര എന്നുള്ള നായിക എന്ന് മാത്രം വെച്ചാൽ നമ്മൾ സിനിമ അങ്ങോട്ടേക്ക് കയറാൻ ചെല്ലുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കാൻ പ്രധാനമായിട്ടുള്ള നിങ്ങൾ 3 പേര് അവിടെ ഉണ്ടാവുന്നു. നിങ്ങളെയാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പോലും നമ്മളെ ഹിറ്റ് ചെയ്യുന്നത് നിങ്ങൾ 3 പേരാണ്. നിങ്ങളുടെ മോട്ടീവുകളാണ്. അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആൻഡ് സോ അൺബിലീവബിൾ. ഞാൻ ഈ പടം കാണുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്ന് സല്ലാപം കാണുമായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അവിടെ അരയിലൊരു ബെൽറ്റും കെട്ടി ചുറ്റികയും പിടിച്ച് നിൽക്കുന്ന മനുഷ്യൻ, പിന്നെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും റിച്ചും ഉബർക്കൂളും സൊഫസ്റ്റിക്കേറ്റഡുമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടത്തത്തിന് പോലും ആ സ്റ്റൈലൈസ്ഡ് വേർഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഗംഭീരം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. എന്തായിരുന്നു ജോഫിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റിയൽ ലൈഫിൽ മനോജ് കെ ജയനെ പോലെയുള്ള മാനറിസങ്ങൾ വേണം എന്നാണോ, അതോ വക്കച്ചനെ പോലെയുള്ള മാനറിസങ്ങൾ വേണമെന്നായിരുന്നു? അതായത് ജോഫിൻ പറഞ്ഞത് വക്കച്ചനെ പോലെ മാനറിസം ആയിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മനോജേട്ടൻ്റെ ഓട്ടോ ഒക്കെ പഠിച്ചായിരുന്നു ഒരു പടത്തുനിന്ന്. എന്നോട് പറഞ്ഞു മനോജേട്ടൻ ഓടുന്നൊരു സ്റ്റൈലുണ്ട്, ഞാനൊക്കെ പഠിച്ചത്. അവരോട് അതൊന്നും വേണ്ട, ഞാൻ കാണിച്ചു കൊടുത്തേ ജോഫിൻ്റെ അടുത്ത്, ഇത് പിടിച്ചാലോ വേറെ വേണ്ട. അപ്പോൾ വക്കച്ചൻ്റെ പരിപാടി എൻ്റെ അടുത്ത് പറഞ്ഞു, വക്കച്ചൻ ഇങ്ങനെ ആയിരിക്കും, ഇന്നതാണ് കാര്യങ്ങൾ, പുള്ളിനെ പറ്റി ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ വക്കച്ചനായിരുന്നു ഞാൻ പിടിച്ചത്. സാർ, ഈ ഒന്നും അദ്ദേഹത്തെ കാര്യമായിട്ട് ബാധിക്കുന്നില്ലേ സിനിമയുടെ പകുതിയുടെ ഒരു അവസാനം എത്തുന്നത് വരെ? അതായത് പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ അവതരിപ്പിക്കുക അത്രയും കെയർ ഫ്രീ ആയിട്ടാണ് ആള് നോക്കുന്നത്. ആൾ മൊത്തത്തിൽ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ, ആ കണ്ണാടയൊക്കെ എടുക്കാൻ പോകുന്നതിൽ കയ്യിൽ പോലെ ഒരു ഭയങ്കര വിറയുണ്ട്. ആ സീൻ മാത്രം സ്പെസിഫിക്കലി എന്തായിരുന്നു ബ്രീഫ് ചെയ്ത്? അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ക്യാരക്ടറിന് വല്ലാത്തൊരു ഭാവവും മാറ്റങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വിൻസെന്റിന്റെ ടെൻഷൻ കാണുമ്പോഴാണ് നമുക്ക് ടെൻഷൻ മനസ്സിലാവുന്നത്, ഇവരെന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ആ സീൻ മാത്രം എന്താ സ്പെസിഫിക്കലി ജോഫിൻ ബ്രീഫ് ചെയ്തിരുന്നു? അല്ല, ഒരു സിനിമ ഒരു ക്യാരക്ടർ ചെയ്തു തുടങ്ങുമ്പോൾ 1-2 ദിവസം ഡയറക്ടർ ഇങ്ങനെ നമ്മളെ സ്പെസിഫിക് ആയിട്ട് ചേട്ടാ അത്രയും വേണ്ട, അത് മതി, ഇദ്ദേഹം എങ്ങനെയാ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയാ നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുതരും. പക്ഷെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞാൽ നമ്മളത് ശീലിക്കണം. അങ്ങനെയാണ് നമ്മുടെ രീതി. പിന്നെ അവരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ചേട്ടാ അന്ന് പറഞ്ഞ് അതല്ല, ഇത് വേണം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. നമ്മൾ അതുമായിട്ട് അങ്ങ് മെർജായി പോകാന്നുള്ള, വക്കച്ചനായിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പോകാന്നുള്ള. പക്ഷെ എന്തെങ്കിലും ഫുൾ ടൈം ഇങ്ങനെ ഷൂട്ടിങ് കട്ട് കഴിഞ്ഞിട്ട് മാറി വന്നിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ബുക്കും പിടിച്ചിരുന്ന് വക്കച്ചൻ വിടാതെ പിടിക്കുക. അങ്ങനെയൊക്കെ പണ്ട് ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മെത്തേഡ് ആക്ടിങ്. അതൊന്നും നമ്മളില്ല. നമ്മൾ പിന്നെ വീണ്ടും ചച്ചടം പരിപാടി, നമ്മൾ തമാശ, പാട്ട്, പഴയ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഷോട്ട് ചിലപ്പോൾ വീണ്ടും വക്കച്ചനാവും. ഇങ്ങനെയാണ് നമ്മുടെ രീതി. അപ്പം ഈ പറഞ്ഞ ഇപ്പം പർട്ടിക്കുലർ ഈ പറഞ്ഞ ഷോട്ട് എന്നൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഫോട്ടോ ആദ്യമായിട്ട് ഈ കുട്ടികൾ കാണുക, ചേട്ടന് ഷോക്ക് ഉണ്ട്, അതൊന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചെയ്തപ്പോൾ അത് കറക്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ നാച്ചുറലി വരുന്നതാണ്. ഈ കണ്ണാടികൾ വെക്കുന്നതാണല്ലോ, ഒന്ന് നോക്കി എടുത്ത് വെച്ച് നോക്കി കഴിയുമ്പോൾ ഉള്ള ഷോക്കൊക്കെ അതൊക്കെ ഈ പറഞ്ഞ അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമാണ്. ആ ക്യാരക്ടറിലേക്ക് നമ്മൾ കയറി എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന ഷോട്ടുകൾ അതൊക്കെ. സാർ, ഈ കുറച്ച് വിശ്വാസയോഗ്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇപ്പോൾ പല റോളുകൾ, ഇപ്പോൾ കളിയച്ഛനായാലും ദിഗംബരനാവുന്നതൊക്കെയും
പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് അങ്ങനെ അങ്ങ് ആവുകയാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഒരു പ്രീ പ്ലാൻ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല ക്യാരക്ടർ ആവാനെന്ന് കേട്ടിട്ടുണ്ട്. ചെയ്യാറില്ല. വൺസ് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മൾ അതിനുവേണ്ടി വീട്ടിൽ പോയി കണ്ണാടി മുമ്പ് റിഹേഴ്സൽ എടുക്കുക പരിപാടികളൊന്നും ഒരു കാലത്തുമില്ല. അതിപ്പോൾ ഈവൻ സർഗമാണെങ്കിൽ പോലും കുട്ടൻ തമ്പുരാൻ്റെ മാനറിസംസും കാര്യങ്ങളും അന്ന് ഹരിഹരൻ സാർ കോഴിക്കോട് അളകാപുരി ഹോട്ടലിൽ എന്നെ വിളിച്ചു വരുത്തി ഇതിനുവേണ്ടി മാത്രം ഒരാഴ്ച നിങ്ങൾ റിഹേഴ്സൽ ചെയ്യും, ഇതൊക്കെയാണ് ഇയാളുടെ നടപ്പ്, നോട്ടം, പീടി പിടുത്തം എല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തില്ല. അതൊരു അഹങ്കാരം കൊണ്ടോ കാര്യങ്ങളില്ല. പൊതുവേ ഞാൻ ഒരു ഇച്ചിരി ഉദാസീനതക്കാരനാണ്, ഇച്ചിരി മടിയനാണ്. അപ്പോൾ അവിടെ പോയി ഈ ഫസ്റ്റ് ഇത് സാറ് പറഞ്ഞപ്പോഴേ മൊത്തം കയറി, നമ്മുടെ ഹാർഡ് ഡിസ്കിൽ കയറി സാർ. പിന്നെ അവിടെ ചെന്നിട്ട് അതങ്ങ് ചെയ്തു തുടങ്ങിയപ്പോഴേ സാർ അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെയാണ്, കറക്റ്റാണ്, നടപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അതിശയം കേട്ടോ. അപ്പോൾ അഷോട്ട് സർഗത്തിൻ്റെ വന്നിട്ട് ആ ഒരു വിനീതിൻ്റെ പോലെ ഇല്ലത്തേക്ക് വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അഷോട്ട് അതെടുത്ത്. അപ്പോൾ അതിലെ നടപ്പൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. എന്തോ ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞു തന്ന ഓർമ്മ വെച്ചങ്ങ് നടക്കുകയായിരുന്നു. വീട്ടിൽ പോയി ഒന്നും നോക്കിയൊന്നുമില്ല. പൊതുവെ ആദ്യകാലം മുതലേ അങ്ങനെ ഒരു ശീലമാണ്. അതിപ്പോൾ അതുപോലെ ഇപ്പം ആദ്യമേ അത് മനസ്സിൽ കയറ്റും, പിന്നെ അതിനെ ഒരു പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ അത് വെച്ച് നടക്കുക, പിടിക്കുക, കണ്ണാടി മുമ്പിലുള്ള അഭിനയം പ്രാക്ടീസ് ഒന്നുമില്ല, അങ്ങനെയില്ല, ഒരു പടത്തിനുമില്ല. അപ്പോൾ ശരി, ഒബ്ജക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന വിധമുണ്ടല്ലോ. സാർ ഇപ്പം നിഗമനിലാണെങ്കിൽ ഈ മറ്റേ മെതിയടി ഉപയോഗിക്കുന്ന കാര്യമുണ്ട്. ഇപ്പം ഇതിനകത്ത് തന്നെ ഈ ഓരോ വട്ടം ഗ്ലാസ് വെക്കുന്നത് എടുക്കുന്നതും ഈ കോട്ട് ശരിയാക്കുന്നത്, കോട്ട് അല്ലെങ്കിൽ കുറച്ച് തിളക്കമുള്ള വേറൊരു വസ്ത്രമുണ്ട്, അത് അയാളിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ അയാളുടെ ശരീരഭാഷ മൊത്തം ഇങ്ങനെ മാറുന്നതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അങ്ങ് നടന്നു പോകുന്നതാണ്. ഇപ്പൊ തന്നെ എന്നെ പോലീസ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമ്പോൾ ആ മഴയത്ത് എൻ്റെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നതും, പിന്നെ ഒരു പ്രൊഫൈൽ ഷോട്ട് ഇങ്ങനെ ചേട്ടൻ കണ്ണാടി വെച്ചിരിക്കുന്ന കണ്ണാടി ഊരിയിട്ട് ചേട്ടൻ്റെ യൂഷ്വൽ കണ്ണാടി എടുത്ത് വെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് വെക്കുന്നത് അത് അവർ കാണിച്ചു തരാൻ പറ്റില്ല. അത് ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം കാണിച്ചു തരാൻ പറ്റില്ല ഡയറക്ടർ. കണ്ണാടി ഇങ്ങനെ ഊരി അടുത്ത് വെക്കുന്ന കാണിച്ചു തരാതിരിക്കുന്നു എന്നല്ലേ ഓർക്കുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തും കാര്യമുണ്ട്. വക്കച്ചൻ്റെ ആ ഫീൽ എന്ന് പറയുന്നത് അയാളപ്പം അയാളുടെ മാനസിക സംഘർഷം എന്താണ്, ആദ്യമായിട്ട് ഇത്രയും വലിയ പൊസിഷനിലുള്ള ഒരു പോലീസിൻ്റെ മുൻപിൽ വരികയാണ്. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ആ കണ്ണാടി ഊരുന്നിടത്തുകൊണ്ട്, നോക്കുന്നിടത്തുകൊണ്ട്, വെക്കുന്നിടത്തും, അടുത്ത കണ്ണാടി വെക്കുന്നിടത്തുമുണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇതിനൊക്കെ ആയിരിക്കും അവർ നമ്മളെ വിളിക്കുന്നത്. എനിക്കറിയില്ല, അറിയാൻ സംഭവിച്ചതാണ്. മനഃപൂർവ്വമല്ല, ക്ഷമിക്കണം. ഈ ഫോക്കസ് ഉണ്ടല്ലോ, ഇപ്പം ഇവർക്കൊക്കെ ഈ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, ക്യാരക്ടറിന്റെ നടപ്പ്, കണ്ടിന്യൂറ്റി, അത്രയും ഫോഴ്സ്ഡ് അല്ലാതെയാണ് ഇവരെ പോലെ ആക്ടേഴ്സ് ചെയ്യുന്നത്. സെറിന് അങ്ങനെ ഒരു പ്രോസസ് ഒക്കെ ഉണ്ടോ പുഷ്പമാവാൻ? എനിക്കങ്ങനെ വേറെ ഒരു പ്രോസസ്സായിട്ട് ഇതുവരെ എടുത്തു പറയാനുള്ള ഒരു ഇതും ഇല്ല. ഞാൻ സ്ക്രിപ്റ്റ് ഇരുന്ന് വായിക്കും കുറേ, പിന്നെ അത് മനസ്സിൽ ഉൾക്കൊണ്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അത് നമ്മുടെ ബിഹേവിയർ പോലെ എത്രയും നാച്ചുറൽ ആക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. പിന്നെ ഇൻസ്റ്റിങ്സിനെയും ഒന്ന് ട്രസ്റ്റ് ചെയ്യണം. പിന്നെ കുറേ മിസ്റ്ററി ഉള്ളത് ക്യാരക്ടർ ആയതുകൊണ്ടും, പിന്നെ ലൈക്ക് ഇതുപോലത്തെ സ്ത്രീ കഥാപാത്രങ്ങൾ കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് വേറെ റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് ജോഫിനും നമ്മുടെ റൈറ്ററും എല്ലാവരും ഒരു കൊളാബറേഷൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. യൂഷ്വലി നമ്മളൊരു പുതിയ സിനിമ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ സെറ്റിലെ ഫസ്റ്റ് ഡേ സ്കൂളിലെ ഒരു ഫസ്റ്റ് ഡേ പോലെയാണ്. ലൈക്ക് നമ്മളും അവരുമായിട്ട് സിങ്ക് ആവുമോ ഇല്ലേ എന്നൊരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് ഷൂട്ട് ഡേയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഈ പുഷ്പത്തിന് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടല്ലോ എല്ലാ അവസരങ്ങളിലും. അതിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ പോലും അവർക്കൊരു പ്ലാൻ ബി ഉണ്ട്. അതായത് അവരുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും മോശത്തിന്റെ അവസ്ഥയിൽ പോലും അവർക്കൊരു പ്ലാൻ ബി പറയാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് ജോഫിന് ഒരു ക്യാരക്ടർ ട്രേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ഇവരെപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്. അത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി, ലൈക്ക് ഏത് സന്ദർഭത്തിലും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഇവരുടെ പ്രയോറിറ്റി. അത് ഏത് കോൺസിക്വൻസ് ആയാലും അവരത് അക്സെപ്റ്റ് ചെയ്തോളും. എപ്പോഴെങ്കിലും ഉള്ളിലാരും മീശ പഠിച്ചതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ തന്നെ കണ്ടിട്ടില്ല. മീശ കുറവാ. എനിക്കൊന്ന് കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ മീശ പഠിച്ചത്. അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെന്നുള്ളത് കാണുന്നത് ഞാൻ ഈ സമയത്താണ്, നമ്മുടെ ഈ പടത്തിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ഇതിനു മുന്നേ മീശ പഠിച്ചിട്ടില്ല. ഇല്ല, കോളേജിൽ പറഞ്ഞിട്ടില്ല. അതെ, അവിടെ മീശ പഠിച്ച സമയത്ത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ എല്ലാവരും പറഞ്ഞത് മനോജ് ചേട്ടൻ്റെ അതുണ്ടല്ലോ. അപ്പം അപ്പോഴേ ഞാൻ ഉണ്ടോ, അപ്പോഴേ ശരിക്കും മനസ്സിലാവും, താടിയിൽ മനസ്സിലാവണില്ല. അപ്പം മീശ പഠിച്ചപ്പോഴാണ് അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ട് എന്നുള്ളത് മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ തുടക്കകാലത്ത് ഏറ്റവും ഭയങ്കര എന്താ ഞാൻ ബ്രൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കുട്ടൻ തമ്പുരാനാണ്. തമ്പുരാനും മീശയില്ല. മീശ ഞാൻ ആ സമയത്ത് ഞാൻ എടുത്താ. അപ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ മീൻസ് അതല്ല, അതുപോലെ രൂപസാദൃശ്യം
പെട്ടെന്ന് മനോജ് കെ എന്ന് പറയുമ്പോൾ കുട്ടത്തമ്പരാനൊക്കെ ഓർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ ചിലപ്പോൾ മീശ എടുത്തപ്പോൾ അത് റിസംബ്ലൻസ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു കണക്ഷൻ അതിനകത്ത് കിടപ്പുണ്ട്. ഇദ്ദേഹത്തെ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇദ്ദേഹമാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നുന്നു? ഇല്ല, ഞാൻ ചോദിച്ചു ജോഫിൻ്റെ അടുത്ത് ചോദിച്ചു, ജോഫിൻ ഈ ചെറുപ്പകാലം ആരാണ് ചെയ്യുന്നത്? തമാശക്ക് ഞാൻ ചോദിച്ചു, ഞാൻ തന്നെ ചെയ്യട്ടെ, അതിമോഹമാണോ മോനെ ദിനേശ എന്ന് എൻ്റെ മനസ്സിൽ തന്നെ പറയുന്നത്. ഇല്ല ഏട്ടാ, അത് 10-35 വർഷം മുമ്പുള്ളതല്ലേ, അപ്പോൾ അത് വേറെ ആൾ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ പറഞ്ഞു, ചുമ്മാ ചോദിച്ചാൽ ആഗ്രഹങ്ങൾ പല രീതിയാണ്. അപ്പൊ ജോഫിൻ പറഞ്ഞ അതല്ല, ഒരാളുണ്ട് ചേട്ടനെ പോലെ ചെറിയ ചായ ഉണ്ട്. ഞാൻ പറഞ്ഞ പടം ഒന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ ഈ ഉണ്ണിലാല് ഭയങ്കര ചുള്ളനായിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നു. ഞാൻ നീൾക്ക് എൻ്റെ ഒരു ചായ ഉണ്ട്, പഴയ മനസ്സ്. അപ്പൊ ഞാൻ കറക്റ്റ് ഇത് കറക്റ്റാണ്. അപ്പൊ ഷെറിന്റെ പടം പിന്നെ കാണിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും കറക്റ്റായിട്ട് എനിക്ക് തോന്നി. എന്താ ഇവരൊക്കെ ചെയ്തിരിക്കുന്നില്ലേ, ഇവരൊക്കെ ചെയ്ത് വെച്ചതിന്റെ ബാക്കിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലേ. ഇവർ രണ്ടുപേരും തുടങ്ങിയ ക്യാരക്ടർ തുടങ്ങി വെച്ചവരല്ലേ. പക്ഷെ ഇവര് ആ സമയത്ത് ഇവരുടെ പ്രണയവും കാര്യങ്ങളും ഒരു പ്രായത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള പണത്തിനോടും എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ചെയ്തു പോയായിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന വക്കച്ചനാണല്ലോ, വളരെ വളരെ മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യും, ലോകം മുഴുവൻ കണ്ടു പരിചയിച്ച അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നതാണ് സ്ക്രിപ്റ്റിലുള്ളത്. അത് ഇംഗ്ലീഷിനെ കുറിച്ച് പറയിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള വക്കച്ചനിലേക്ക് എത്താൻ, സ്ട്രോങ് ആയിട്ട് എത്താൻ കാരണമായ രണ്ടുപേരാണ് ഇവര്. അത് രണ്ടുപേരും ബ്രില്യൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായ മൊമെന്റിൽ നമുക്ക് ചില ആക്ടേഴ്സ് ഒക്കെ അവരായിട്ട് തന്നെയാണ് സ്ക്രീനിലും പെർഫോം ചെയ്യുന്നത്. പക്ഷെ മനോജ് ചേട്ടന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് ഓരോ സിനിമയിലും ഓരോ കഥാപാത്രത്തിനും ഓരോ ലുക്സ് ആണ്, ഓരോ രീതിയിലുള്ള മാനറിസങ്ങൾ അദ്ദേഹം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്, ഭാഷയിൽ പോലും മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അവിടെ മനോജ് കെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാൻ, എന്തായിരുന്നു ഐഡിയ? അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് പരിപാടിയൊക്കെ ഞാൻ വായിച്ചു നോക്കി. ക്യാരക്ടർ പരിപാടി ഞാൻ ജോഫിനെ ഡിസ്കസ് ചെയ്തു, റൈറ്ററായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് ഇതൊക്കെ, ഇങ്ങനെയൊക്കെയാണ് വക്കച്ചൻ്റെ ഒരു പരിപാടികൾ, ഇങ്ങനെയൊക്കെയാണ്, ഇയാൾ വലിയ ദുഷ്ടനൊന്നുമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ചെറിയ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു പരിപാടി കിട്ടി. ഓക്കെ, ഇത് പിടിക്കാം എന്നുള്ള സംഭവം. പിന്നെ ഭയങ്കര എക്സ്പ്രസീവ്, ആ സമയത്ത് ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് അല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരിപാടി പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മതി, ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതി, കറക്റ്റാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫ്ലോലങ്ങ് ചെയ്തു. വളരെ സബ്റ്റിലിറ്റി ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും പെർഫോമൻസിലും. അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യം പോലെ. ഇവരുടെ എൻ്റെ ചെറുപ്പകാലമായിട്ട് ഇവർ ചെയ്യുമ്പോഴും അവിടെ പോലെ ആ ഒരു രീതി കൊണ്ടുവരാൻ ജോഫിന് ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടായിരിക്കാം എൻ്റെ ക്യാരക്ടറിനെ അവസാന കാലത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത്രയും സെറ്റിലായിട്ട് പെർഫോം ചെയ്യാൻ സഹായിച്ചത്. ഈ ബിഗ് ബി ലുക്ക് ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ആരുടെ ഐഡിയ? ശരിക്കും ബിഗ് ബിയിൽ ഒരു കുഞ്ഞ് ഒരു ചെറിയ ഒരു വാരൂടെ ഉണ്ട്, ചെറിയൊരു സാധനം ഉണ്ട് ഇവിടെ. അതല്ല, അത് ജോഫിൻ പറഞ്ഞാൽ ക്യാരക്ടർ 10-60 വയസ്സിന് മേലെ ഉണ്ട് ചേട്ടാ. അപ്പം ഗെറ്റപ്പ് നമുക്ക് എന്തായാലും ഒന്നും മാറ്റി ഉറപ്പായിട്ടും ചെയ്യണമല്ലോ, ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതിലോ? ഇല്ല. പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യും കുറച്ചൊന്ന്. ഇപ്പോഴുള്ള മനോജ് കെ ഒന്ന് ഷ്രിങ്കായ പോലെ തോന്നും. കോസ്റ്റ്യൂമിന്റെ ഫിറ്റിംഗ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ അതുകൊണ്ടായിരിക്കും. അപ്പോൾ റോണക്സിനും നമുക്ക് സ്പെഷ്യൽ, റോണക്സിനെ ഓർക്കേണ്ടതാണ് ഈ സമയത്ത്. സമീര, അവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടുണ്ട് ഈ ക്യാരക്ടറിന് അല്ലേ. ഡയറക്ടറും റൈറ്ററും മാത്രമല്ല, ഇവരുടെ ഒരു വലിയ സപ്പോർട്ട്. എപ്പോഴും നമ്മളൊരു ക്യാരക്ടറിലേക്ക് കയറുമ്പോൾ ഈ കോസ്റ്റ്യൂംസും സാധനങ്ങളും മേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 60% നമ്മൾ കണ്ണാടി നോക്കിയുമ്പം ഇത് വക്കച്ചനാണ് അല്ലെങ്കിൽ ഇത് പുഷ്പമാണ് നമുക്കും തോന്നും. നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ? എനിക്കറിയില്ല. ആഫ്റ്റർ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് പിന്നെ നമ്മൾ അതിലേക്ക് കയറി പോയാൽ മതി, വലിയ പണികളില്ല. പക്ഷെ നമ്മൾ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത സാധനം കയറണം. എങ്കിൽ ഇത് വലിയ സഹായകമാണ് മേക്കപ്പും കോസ്റ്റ്യൂംസും. ആ മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു വാമപ്പ്. ഇപ്പൊ ഈ നുണക്കുഴിയിലെ പോലുള്ള അഴിഞ്ഞാടൽ ക്യാരക്ടേഴ്സിനാണോ അതോ വക്കച്ചനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണോ ഉള്ളിന്നൊരു പുഷ് കൊടുക്കേണ്ടി വരാറ്? എല്ലാത്തിനും ഒരേ പുഷൊക്കെ തന്നെ. മറ്റത് ഞാൻ നുണക്കുഴിയിൽ സിനിമാ നടൻ സൂപ്പർ സ്റ്റാറായ സുന്ദരനാഥായിട്ട് നമ്മളൊന്ന് കണ്ടിരുന്നു. ഇതിന്റെ തന്നെ ഈ സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞാൻ കണ്ടിട്ട് പറയുന്ന സൂപ്പർ സ്റ്റാറാണ്. അയാളും ഈളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം. അപ്പൊ നമ്മളതേ പ്രൊമോഷൻ ഞങ്ങൾ കണ്ടിരുന്നു നുണക്കുഴി. ശരിക്കും പറഞ്ഞാൽ പടത്തിനേക്കാൾ വലിയ ഇന്റർവ്യൂസ് ആയിരുന്നു. എത്ര അഴിഞ്ഞ അർമാദിക്കില്ല, ഞാനും ബൈജുവും സിദ്ദിഖും എല്ലാം കൊണ്ടിരുന്നുണ്ട് ബേസിലും.
അപ്പൊ ഞാൻ ഈ പടത്തിന്റെ പ്രൊമോഷൻ എന്നെ വിളിച്ചില്ല, ആരും അങ്ങനെ ആദ്യമൊന്നും വിളിച്ചില്ല. അപ്പൊ എനിക്ക് എന്താ വിളിക്കാത്ത സാറിന് എവിടെയെങ്കിലും മാളത്തിൽ പോയിരുന്ന അവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്നേ ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ അവിടെ പോയിരുന്നല്ലോ ചളവടിച്ച് എല്ലാം സ്പോയിലറായി, കുഴപ്പമാകണ്ടെന്ന് വെച്ചിട്ട് മനഃപൂർവ്വം വിളിക്കാത്തായിരുന്നു. പിന്നെ മനസ്സിലാക്കി അത് തന്നെയായിരുന്നു തോന്നുന്നു. ഇപ്പൊ വളരെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സമയം ഭയങ്കര സന്തോഷമല്ലേ. ഇന്ന് 203 സെന്റർ ചെയ്ത് 230 സെന്ററിലേക്ക് ഇന്നും മാറി പടം. അത്രയധികം ഗ്രേറ്റ് സക്സസ് ആണ്. 25 കോടിക്ക് മുകളിൽ കളക്ഷനിലേക്ക് കളക്ഷനിലേക്ക് എത്തുന്നു. അല്ല സാർ, ഇപ്പം ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയാൻ അപ്രോച്ച് ചെയ്യൂലോ. ഇപ്പൊ കളിയേശന്റെ കഥാപാത്രമോ അല്ലെങ്കിൽ ഇപ്പം സുഹൃത്തിന്റെ കഥാപാത്രം ഒന്നും അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഏരിയകളുണ്ട് അതിനകത്ത്. അത് പറയുമ്പോ ഈ ഉള്ളിൽ തത്തിക്കളിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ എപ്പോഴും, അത് അങ്ങനെ ഓഫാക്കി വെക്കും. അതൊക്കെ ഓഫാക്കും. നമ്മൾ അവിടെ സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ മാറും. അതുവരെ നമ്മൾ സാധാ മനോജ് കിച്ചൻ തന്നെയാണ്. നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, അത് ആ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ വിഷയമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ സീരിയസ് അപ്രോച്ച് ഫ്രെയിമിൽ അല്ലെ ക്യാമറയ്ക്ക് മുന്നിൽ പക്കയായിരിക്കും, അതിൻ്റെ അടുത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. പുഷ്പത്തിന്റെ ഈ നോട്ടങ്ങളുണ്ട് ചില ഏരിയകളിലേക്ക്. അവർ ഒരു വട്ടം നോക്കിയ ശേഷം പിന്നെയും അവിടത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ആ നോട്ടങ്ങളിൽ നിന്നുള്ളതാണ് പിന്നെ പല പ്ലാനുകളായിട്ട് രൂപപ്പെടുന്നത് ഈ സിനിമയുടെ അകത്ത് തന്നെ. ഈ നോട്ടങ്ങളുടെ സമയത്ത് ഇങ്ങനെയുള്ള ചില കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നിഗൂഢമായിട്ടുള്ള നോട്ടങ്ങൾ വേണമെന്നൊക്കെ ജോഫിൻ പറഞ്ഞിരുന്നോ? ചിലയിടത്ത് പറഞ്ഞിരുന്നു, ചിലയിടത്ത് നമ്മൾ തന്നെ കൈ നിന്നിട്ട് നോക്കും, നമ്മൾ തന്നെ അങ്ങോട്ട് ഒന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരപ്പം തന്നെ പറയും വേണ്ട വേണ്ട മറ്റേതായിരുന്നു ബെറ്റർ. അപ്പോൾ അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്തിൽ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ടാൻ ആവണം കുറച്ച്, ആ ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ആ ക്യാരക്ടറിന്റെ ലുക്ക് അനുസരിച്ച് ഒരു വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്ക് ആ ലുക്ക് വേണമെന്നായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ. ഈ സാരി ക്യാരി ചെയ്യുന്ന ഒരു വിധമുണ്ടല്ലോ, സാരിനെ പല വിധങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. സംസാരിക്കണോ? കുറച്ചുകൂടെ നാളെ കഴിഞ്ഞ് സംസാരിച്ചാ പോരെ? അങ്ങനെ അല്ല, മീൻ സാരികൾ അങ്ങനെ റെഗുലർ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നോ? അങ്ങനെയൊക്കെ അല്ല, അങ്ങനെയല്ല, മീൻ പ്രത്യേക ഒരു ഏരിയ അല്ല, അതല്ലാതെ കേട്ടോ. ഇടാറുണ്ട്. പിന്നെ ഓരോ സീനില് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഇൻപുട്ട് അവര് ശരിക്കും ചോദിക്കുന്നുണ്ട്. ലൈക്ക് സ്ക്രിപ്റ്റിൽ കാണുന്ന പോലെ അല്ലായിരിക്കും എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, എക്സിക്യൂഷനിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളും നമ്മുടെ ഇൻവോൾവ്മെന്റും അവർ ആവശ്യപ്പെടുന്നുണ്ട്. മനോജ്, ഈ സിനിമ സാധ്യമാവുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീ മമ്മൂട്ടി എന്ന നടൻ കാണിച്ചൊരു സന്നദ്ധതയുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം സിനിമയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ കൂടി ഒരു തെളിവായിട്ട് വേണം അതിനെ മനസ്സിലാക്കുക. കാരണം ഈ ഒരു അദ്ദേഹം തന്നെ ഭാഗമായിട്ടുള്ളൊരു വലിയ സിനിമ, അതിനെ ചുറ്റിപ്പറ്റിയ ഒരു ക്രൈം വേൾഡിനെ പറ്റി ആ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് അത്ര എളുപ്പത്തിൽ ഒരാളങ്ങനെ പെർമിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രകടനങ്ങളെ കൂടി അദ്ദേഹം എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3 പേർക്കും മമ്മൂട്ടി എന്ന നടൻ ഈ സിനിമയുടെ ആ വിധത്തിലൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ കാണിച്ച സന്നദ്ധതയെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അല്ല, മമ്മൂക്ക ഒരു പൊതുവേ ഒരു ഏറ്റവും നന്മയുള്ള മനുഷ്യർപ്പെടുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഇത്രയും മനസ്സുകൊണ്ട് നന്മയുള്ള ഒരാളെ കാണാൻ കിട്ടുക. ഈ പുറത്ത് കാണിക്കുന്നത് വെറും പൂച്ചാണ്, ഒരു കാര്യമില്ല. ഉള്ളുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം വന്നാൽ അപ്പം കണ്ണു നിറയും. അതാണ് മമ്മൂക്ക, അത്രയേ ഉള്ളൂ മമ്മൂക്ക. അത്രയും ചെറിയ മനസ്സാണ്. അപ്പോൾ ഇത് ആ പുള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ സിനിമയായിട്ട്. ഇപ്പോൾ ജോഫിനെ തന്നെ ആദ്യം കൊണ്ടുവന്ന് മമ്മൂക്കയുണ്ട്, ആൻഡോ ജോസഫ് മമ്മൂക്കയുടെ ഏറ്റവും സ്വന്തം സഹചര്യമായിട്ട് കൂടെ നിൽക്കുന്നതാണ്. അങ്ങനെ മമ്മൂക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലയമാണ് ഈ സിനിമയുടെ പിന്നിൽ. ആസിഫിനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് എൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് വലിയ ഗുണമുണ്ടാവുമോ, എൻ്റെ ഒരു യേസ് കൊണ്ടൊരു ഗുണമുണ്ടാവുമോ? എന്താ സിമ്പിൾ കേസ്, നടക്കട്ടെ ഞാൻ ഉണ്ടാവും കൂടെ, കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയ മനസ്സ് തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ അത് മമ്മൂക്കയ്ക്കുണ്ട്, എക്കാലത്തും ഉണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നില്ലേ. ഒരു സൂപ്പർ ഹിറ്റ് അവിടെ തന്നെ കിട്ടി ആ എസ്സിൽ. അല്ലെങ്കിൽ ഈ സിനിമയില്ല, ഇന്ന് നമ്മളിവിടെ ഇരിക്കില്ല, നമ്മളാരും ഇവിടെ ഇരിക്കില്ല, ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മമ്മൂക്കയുടെ വലിയ മനസ്സാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. കേക്കൊക്കെ എടുത്തു തരുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ മനസ്സിലായി സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ? ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വേറെ ഏതോ വേൾഡിനെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, കേക്ക് കിട്ടുമോ. അപ്പം നിശാന്തേട്ടൻ ബാക്കിലേക്ക് കിട്ടുക, പക്ഷേ കേക്ക് കിട്ടുമോ, കിട്ടുമോ അറിയില്ല. അപ്പം നമ്മൾ വിചാരിക്കും കിട്ടിയില്ലെങ്കിലോ.
പക്ഷെ നമുക്ക് കേക്ക് തരുമ്പോൾ എന്തൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, അത് എന്താന്ന് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല, എന്തോന്ന് പറഞ്ഞു നമുക്ക്, എനിക്ക് ഓർമ്മയില്ലെന്നോ, ഞാൻ എൻ്റെ ബ്ലിസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുക, അന്തം വിട്ടിരിക്കുകയാണ്. കേക്ക് കിട്ടി, ഓക്കെ ബ്ലിസ്. എല്ലാവരുടെയും വായിൽ തന്നെ കേക്ക് വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. കാരണം അങ്ങനെ ആരും ചെയ്യാറില്ല. അത് പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും ബിസി ആയിട്ടുള്ള ആള്. കാരണം തൊട്ടടുത്ത ഹോളിൽ അടുത്ത ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ വേണേ പോകാനുള്ള ധൃതിക്ക് അദ്ദേഹം പോവാം. പക്ഷെ എല്ലാവർക്കും കയ്യിൽ കൊടുക്കാതെ വായിൽ തന്നെ വെച്ചു കൊടുത്തു. അത് വലിയൊരു പുതിയ കാഴ്ചയായിരുന്നു. നമ്മളാണ് പോലും ചെയ്യില്ല. നമ്മൾ എത്ര കേക്ക് കട്ടിങ് സെറമണിക്ക് പോയിരിക്കുന്നത് പലതരം. പക്ഷെ അവിടെ നമ്മൾ 1-2 പേർക്ക് കൊടുത്ത് ബാക്കിയൊക്കെ നീ എല്ലാവരും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. അതും വലിയൊരു കാഴ്ചയായിരുന്നു, പുതിയ കാഴ്ചയായിരുന്നു. അതെ. ഈ മമ്മൂട്ടി ചേട്ടന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അത് അദ്ദേഹം കേക്ക് തന്നത്, ആ മൊമെന്റ് എങ്ങനെ ഓർക്കുക ഒരു കലാകാരി എന്നുള്ള ഇത് രീതിയിൽ? നമ്മള് ഉണ്ണി പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കരിയറിൽ സംഭവിക്കുമ്പോൾ പ്രത്യേകതരം ഒരു ഹാപ്പിനെസ് ആണ്. ലൈക്ക് ഞാൻ ആക്ടർ ആവണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലൂടെ ഓടുന്നേ ഇല്ല. ലൈക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം, അതിൽ നിന്ന് അടുത്ത സിനിമ ചെയ്യണം, ആൾക്കാർ സിനിമ കാണണം, അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനും അപ്പുറമുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ശരിക്കും നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അതിനോട്. ഈ ന്യൂ ജനറേഷൻ സിനിമ ഏറ്റവും അധികം കത്തി നിൽക്കുന്ന സമയത്താണ് തട്ടത്തൻ മറയത്തിൽ തമാശ പറയുന്ന ഒരു പോലീസുകാരനായിട്ട്. ന്യൂ ജൻ സിനിമയുടെ തുടക്കമാണ് ബിഗ് ബി ആണ്. അതെ, ബിഗ് ബി. സോറി, പിന്നെ ന്യൂജൻ ആൾക്കാരുടെ പിതാമഹനാണ് അമൽ നീരദ്. അമൽ നീരദിനെ കണ്ടിട്ടില്ല, ഒരു പറ്റം ചെറുപ്പക്കാർ സിനിമയിലേക്ക് ധൈര്യമായിട്ട് വന്നത്, പുതിയ പുതിയ ആശയങ്ങളുമായിട്ട്. എന്തൊരു കൾട്ട് സാധനമാണത് അല്ലേ? അപ്പൊ ആ സിനിമയിലും നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പൊ തട്ടത്തൻ മരത്തിലേക്ക് വരുന്നു. ഇപ്പൊ പല ആക്ടേഴ്സിന്റെ, ഇപ്പം ഉണ്ണിമുന്തൻ എന്നുള്ള നമ്മുടെ കരിയറിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് മാളികപ്പുറമാണ്. അത് അവിടെയും മാളികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം വരുന്നു. മറ്റ് സിനിമകളൊക്കെ ഉണ്ട്, ഇപ്പം ടീമിന്റെ സിനിമകൾ, അതൊക്കെ ഉണ്ട്. ഈ സിനിമകളിലൊക്കെ തന്നെ എത്തിപ്പെടാൻ മനസ്സുകൊണ്ടൊരു ആഗ്രഹം കൊണ്ട് മാത്രം സാധിച്ചാണോ? അല്ലെ ഇത് ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചാൻസ് ഒന്നും പോയി ചോദിക്കുന്ന ആളല്ല. ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ചു കിട്ടുന്ന റോളിന് വലിയ പ്രാധാന്യം ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. നമ്മളെ ആവശ്യപ്പെട്ട് നമ്മൾ ആ റോളിന് അയാൾ കറക്റ്റ് ആണെന്ന് തോന്നി വിളിക്കുന്നതിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, പൊതുവെ ഈ പറഞ്ഞ പോലെ അതിന് ഇടിച്ചു കയറ്റം, വെട്ടിപ്പിടുത്തം, ഇതൊന്നും എന്റെ സ്ട്രാറ്റജിയിലുള്ള കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ആരെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ ഇത്രയും റോളുകളൊക്കെ എനിക്ക് വന്നു ചേർന്നതാണ്. ഞാനായിട്ട് വിളിച്ചതല്ല, അത് വളരെ എളിമയോടെ പറയുകയാണ്. അങ്ങനെ വന്നതാണ്. ഒരിക്കലും ഞാൻ ഒരാളെ വെട്ടിയിട്ട് അവൻ വേണ്ട, അല്ലെങ്കിൽ പാര വെച്ചിട്ട് ആ റോഡിലേക്ക് ഞാൻ കയറും, ഇതൊന്നും നമ്മുടെ ലൈഫിലേ ഇല്ല. അതൊന്നും നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളാണ്. ആരെങ്കിലും വിളിച്ചാൽ പോയി ചെയ്യും, സന്തോഷമായിട്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് പോയി ചെയ്യും. അത്രയേ ഉള്ളൂ നമ്മുടെ രീതി. ഇവർ രണ്ടുപേരും വളർന്നു വരുന്ന കലാകാരന്മാരാണ്. ഇവർ കൂടി വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ശബ്ദം, ശരീരം, ഇത് രണ്ടും ഓരോ സിനിമയ്ക്ക് വേണ്ടി മാറ്റാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ശബ്ദവും ശരീരത്തിന് വേണ്ടി അതിന് പ്രത്യേകം കെയർ കൊടുക്കുന്നുണ്ടോ? റുട്ടീനുണ്ടോ? ഒന്നുമില്ല. ശരീരം നമ്മൾ അത് മമ്മൂക്ക പറയുന്നില്ല, നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അതെപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും ഫിറ്റായിരിക്കണം, നമ്മുടെ ബോഡി ഫിറ്റായിരിക്കണം. അങ്ങനെ ഒരുപാട് ഏജൊന്നും തോന്നാത്ത രീതിയിലേക്ക് നമ്മൾ കൊണ്ടു നടക്കണം. അതിന് അത്യാവശ്യം എക്സസൈസ് ഒക്കെ മതി. അല്ല ഫുള്ള് ജിം അടിച്ച് 6 പാക്ക് ഒന്നും മലയാളിക്ക് ആവശ്യമില്ലടാന്ന് മറ്റേ എന്തിനാണ് മലയാളിക്ക് 6 പാക്ക്? 6 പാക്ക് ഒന്നും വേണ്ട. നമുക്ക് അല്ലാതെ ഒരു നോർമൽ ബോഡി മതി. മമ്മൂക്കയുടെ ബോഡി ഇല്ലാണ്ട് ഒരു കുറ്റം പറയാത്തൊരു ബോഡിയാണ്. എന്നാൽ മസിൽസ് ഒക്കെ ആവശ്യത്തിനുണ്ട്, അത് മതി. അതാണ് നമ്മൾ പുള്ളിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അത് മെയിനായിരിക്കണം. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരിക്കലും താഴ്ന്നു പോകരുത്. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം സിനിമയിൽ നിന്ന് മാസങ്ങളോളം മാറി നിന്നിട്ടുണ്ട്, പലരും അവഗണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാലങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴും നമ്മളൊരു ഫംഗ്ഷൻ എവിടെയെങ്കിലും ചെന്നാൽ ഞാനൊരു പരാജിതനാന്നുള്ള മുഖത്തോടുകൂടി ഒരിക്കലും നിൽക്കാറില്ല. അതെൻ്റെ കോൺഫിഡൻസ് ലെവലാണ്. ഞാൻ ഒരിക്കലും താഴ്ന്നു പോകില്ല. എനിക്കൊരു നല്ല വേഷം വന്നാൽ ഞാനത് പിടിച്ചു കയറും. എനിക്ക് വരാത്തതുകൊണ്ടുള്ള വിഷയമുള്ളൂ, വരുത്താനുള്ള മാർഗങ്ങൾ എനിക്ക് അറിഞ്ഞും കൂടാ. പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരിക്കലും താഴില്ല, താഴ്ക്കാൻ പാടില്ല. ഉണ്ണിലാലും ഞാൻ ഇത് ഈ സിനിമയ്ക്ക് മുമ്പ് അറിഞ്ഞിരുന്നു. ഉണ്ണിലാലും ഇങ്ങനെ മനോജ് ചെറുപ്പകാലം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് മനോജ് നടനും അല്ലെങ്കിൽ പാട്ട് പാടുമ്പോഴൊക്കെ നിൽക്കുന്ന ഒരു സ്റ്റേച്ചറുണ്ട്, നിൽപ്പിനൊരു നെഞ്ഞും വിരിച്ചൊരു നിൽപ്പിനൊരു സ്റ്റേച്ചറുണ്ട്, കറക്റ്റ് വടിവത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഉണ്ണിലാലും അങ്ങനെ എങ്ങനെ നിൽക്കുമെന്ന് ഞാൻ കുറെ ആലോചിച്ചിരുന്നു. ഉണ്ണിലാലും അങ്ങനത്തെ സാധനം അതല്ലേ ആ നടപ്പില്ല. ഒരു നെഞ്ചൂരുണ്ട് ഇങ്ങനെ കള്ളത്തരത്തിൽ ഇവിടെ നോക്കുമ്പോഴും ഇങ്ങനെ നോക്കുന്നില്ല. അതിൽ ആ സാധനം വന്നിട്ടുണ്ട്. ബോൾനെസ് ഉണ്ട്, അതിലെ ബോൾനെസ് ഉണ്ട്, ക്യാരക്ടറിന്റെ ബോൾനെസ് ഉണ്ട്.
സന്തോഷമായി. മനോജ് ചേട്ടൻ ഞാൻ മെസ്സേജ് അയച്ചു, ചേട്ടൻ ഞാനാണ് അപ്പൊ തന്നെ മനോജേട്ടൻ വിളിച്ചു. അപ്പൊ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. എനിക്കറിയില്ല മനോജേട്ടൻ എങ്ങനെ വർക്കായോ മനോജേട്ടൻ ഓക്കെ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ മനോജ് ഞാൻ മെസ്സേജ് മനസ്സിലായി അപ്പനെ വിളിച്ചു പറഞ്ഞു അടിപൊളിയായി സൂപ്പറായി എന്നൊക്കെ പറഞ്ഞു അല്ലേ. എനിക്ക് ഷെറിന്റെ നമ്പർ അറിയത്തില്ലേ, ആദ്യം തന്നെ സൂപ്പർ. ഈ രേഖചിത്രത്തിനകത്ത് രേഖ സിനിമയോട് കാണിക്കുന്ന വല്ലാത്തൊരു അടുപ്പും ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നടന്നൊരു ഉണ്ണിയെ കുറെ പേർക്ക് എങ്കിലും അറിയാം. ഇപ്പൊ 2005-06 കാലഘട്ടം മുതൽ തന്നെ ഇപ്പൊ 24-ലാണ് നിൽക്കുന്നത്. ഏകദേശം 20 വർഷത്തെ ഒരു യാത്രയുണ്ട് ഈ മെയിൻ സിനിമയുടെ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഫ്രെയിമിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. രേഖയെ കണ്ടപ്പോ അല്ലെങ്കിൽ രേഖയുടെ കഥ കേട്ടപ്പോ എവിടെയെങ്കിലും ആ ഉണ്ണിലാലിനോർത്തോ? അതിലൊരു ഡയലോഗില്ലേ നമ്മളെ ഇന്ദ്രൻ ചേട്ടൻ പറയുന്നത്, സിനിമ ഓരോരുത്തർക്കും ഓരോന്ന് കാത്തു വെച്ചിട്ടുണ്ട്. ആ ഡയലോഗ് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് പഴയ ഉണ്ണിലാലും എന്തായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉണ്ണിലാലും എന്തായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളും സിനിമ ഭയങ്കര ആഗ്രഹിച്ച് ഒരാൾ അറിയാലോ, ഒരുപാട് ഞാൻ ഇതിന് പിന്നാലെ നടന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോഴാണ് എനിക്ക് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സിനിമ കിട്ടിയത്. അപ്പം അതും ഇങ്ങനൊരു സിനിമ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആ ഡയലോഗ് ശരിക്കും ഉണ്ണിക്ക് ഒരുപാട് അത് ശരിക്കും സ്യൂട്ടാവുന്ന ഡയലോഗാണ്. അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ അതെ, ഒരുപാട് സിനിമ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. അതാണ് സംഭവിച്ചത് ഈ സിനിമയിൽ അല്ലേ. സിനിമ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു ലീഡായിട്ട് ഒരു സിനിമയുടെ മെയിൻ ക്രൂഷ്യൽ റോളാവുന്ന ക്യാരക്ടർ ആവുന്ന അങ്ങനത്തെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ലീഡ് റോളോ സപ്പോർട്ടിങ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതിൽ കുറച്ച് വ്യത്യസ്തതയും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള അപ്പോൾ ആൾക്കാർ നമ്മളെ നോട്ട് ചെയ്യുമല്ലോ, അത് തന്നെയായിരുന്നു. അല്ലാതെ ലൈക്ക് ഞാൻ ഈ ടൈപ്പ് ക്യാരക്ടർ മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എനിക്ക് എൻ്റെ മുകളിൽ വെക്കണ്ട. കാരണം വേറെ ഒരു പ്രൊഫഷനും ഇതുപോലത്തെ ഫ്രീഡം ഇല്ല. ലൈക്ക് വേറൊരു പ്രൊഫഷനിൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ സൈക്കിളിലെ പല ഭാഗങ്ങളും ഓരോ ക്യാരക്ടറിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് വേറൊരു പ്രൊഫഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തിനാ എന്നെ തന്നെ റെസ്ട്രിക്ട് ചെയ്യണം? പുഷ്പ വേണ്ടിയിട്ട് ആ സൈക്കിൾ ആലോചിച്ചിരുന്നു. ആലോചിച്ചിരുന്നു. അങ്ങനെ ആക്ട് ചെയ്തു. പക്ഷെ റിയൽ ലൈഫിൽ അതൊന്നും കൊണ്ടുവരുന്നില്ല. അത് അഭിനയം, ഇത് ലൈഫ്. മനോജേട്ടൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്. ഓരോ സമയത്ത് മനോജേട്ടൻ ഓരോ വീഡിയോസ് കറങ്ങാറുണ്ട്. ആദ്യം ഗുഡ് മോർണിംഗ് വീഡിയോ, സ്വീറ്റ് ആയിട്ട് ലണ്ടനിലാണോ കാനഡയിലാണോ എനിക്കറിയില്ല, അങ്ങനെ പറയുന്ന ഒരാളെ കണ്ടിട്ടില്ല. ഇപ്പോ കറങ്ങുന്ന വീഡിയോ മമ്മൂക്കയെയും കവച്ചു വെച്ചുകൊണ്ട് ആദ്യമായി ഐഫോൺ കേരളത്തിൽ അവതരിപ്പിച്ച് ഇപ്പൊ അങ്ങനെയല്ല, അത് ഈ ഐഫോണിന്റെ കേസ് നോക്കുന്ന 12 വർഷം വന്ന ഐഫോണൊക്കെ വലിയ സംഭവമാണ്. ഇനിയിപ്പോ മുറുക്കാൻ കട ഐഫോൺ മനസ്സിലായില്ലേ. അന്ന് ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങില്ല. അതെ, ഇന്ത്യയിൽ US ഈ സാധനം ഇറങ്ങിയാൽ ഇന്ത്യയിൽ വരണ 3 മാസം കഴിയുന്ന കാലത്താണ് എനിക്ക് പിറ്റേ ദിവസം കിട്ടുന്നത്. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് അത് മാതൃഭൂമി മനോരമയൊക്കെ വന്ന് കവർ ചെയ്തു. കാരണം അവർക്കിത് വലിയ ന്യൂസാണ്. അങ്ങനെ എടുത്ത ഒരു ക്ലിപ്പാണത്. പക്ഷെ അതിപ്പോ ഏതോ ഒരു ദുഷ്ടൻ കോമഡി ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ കിടക്കട്ടെ. ഇപ്പത്തെ ഐഫോൺ ഏതാ? ഇപ്പോഴത്തെ 15 Pro Max. ഇപ്പൊ അങ്ങനെ ഈ ഒന്നിട വിട്ടേ മേടിക്കാറുള്ളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് അവർ പുതിയ ഇറക്കും. അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 16 ഞാൻ ഈ 16 എടുക്കാൻ ചിലപ്പോൾ 3 കടക്കാരനെ നിരുത്സാഹപ്പെടുന്നു. എന്താ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തിനാണ് പിന്നെ എടുക്കാൻ പോയില്ല. 15 Pro Max കൊണ്ട് ഹാപ്പിയാണ്. ഇനിയിപ്പോ 17 വരട്ടെ. അപ്പോൾ ഒന്നിരാട് ഫോസിലിന്റെ വാച്ചുകളുള്ള ഭ്രമം. ഫോസിൽ വാച്ച് എനിക്ക് ഇല്ലേ. ഇത് ആരാണ് പറഞ്ഞത്? ഫോസിലിന്റെ വാച്ചൊന്നും എനിക്കില്ല ശരിക്കും. ദൈവത്തിനാണ് ഫോസിലിന്റെ ഒരു വാച്ച് പോലും എനിക്കില്ല. ഇത് ഇന്നാണ് വേറെ ഏതോ ഒരാള് എന്നോട്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. മനോജ് ഫോസിൽ വാച്ചുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, എനിക്ക് ഇപ്പൊ ഇഷ്ടം ഈ വാച്ചിനകത്ത് LV യുടെ വാച്ചാണ്. അത് ഈ ഇടയ്ക്ക് മറ്റേ എൻ്റെ ഒരു വീഡിയോ UK ട്രെയിനിൽ നിന്ന് ഞാൻ കാത്തിരിപ്പൂ കൺമണി ആ പാട്ട് ഇങ്ങനെ ട്രെയിനിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ പാട്ടൊന്നും പാടി റീലിടാന്ന്. ഇട്ടപ്പത്തി ഞാൻ ഇങ്ങനെ ഇരുന്നാ ചെയ്തത്, മനഃപൂർവ്വം ചെയ്തതല്ല. അപ്പം അതിനകത്ത് ഫുള്ള് കമൻസ്, ചേട്ടാ LV യുടെ വാച്ച് കാണിക്കാനാണോ കൈ ഇങ്ങനെ എന്ത് ചെയ്യും. ഞാൻ അറിഞ്ഞോര് ഞാൻ ആ പാട്ടിൻ്റെ ഒരു മൂഡ് ഇങ്ങനെ കാത്തിരിപ്പൂ കൺമണി ഉറങ്ങാത്ത മനമോടെ ആ പാട്ട് പാടി ഇങ്ങനെ ഇരുന്ന പാടി. അപ്പൊ അതുകൊണ്ട് ഷോ ഓഫ് ഒന്നുമല്ല. ഫോസില് ഇനി വേണ്ട. ഫോസിൽ നിന്നൊരു വാച്ച് എനിക്ക് അതൊരു തെറ്റിദ്ധാരണയായിരുന്നു കേട്ടോ. അത് മാറി കിട്ടി. അത് ഭയങ്കര രണ്ട് കാര്യങ്ങളിലൂടെ എനിക്ക് ക്ലാരിറ്റി എത്താനുണ്ട്. എപ്പോഴും കിട്ടുന്ന ആളല്ലല്ലോ. അതുകൊണ്ട് 2 കാര്യങ്ങളൂടെ ചോദിക്കാൻ വിചാരിക്കുന്നു. ഒന്ന്, ഇതുപോലെ തന്നെ റൂമേഴ്സ് ആയിട്ടും കഥകളായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രകാശ് രാജിന് തന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുണ്ടായിരുന്ന ആസ എന്ന സിനിമയിലത്തെ വേഷം, അജിത് കുമാറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേഷം, അത് മനോജ് കെ ജയനായിരുന്നു ചെയ്യാനിരുന്നത്. ബസന്തിന് വലിയ ആഗ്രഹമായിരുന്നു മനോജ് കെ ജയൻ ആ വേഷത്തിലേക്ക് മേജർ മാധവൻ എന്ന റോളിലേക്ക് കാസ്റ്റ് ചെയ്യായിരുന്നു.
അത് അങ്ങനെ തന്നെയാണോ സത്യാവസ്ഥ? സത്യം അത് തന്നെയാണ്. കാരണം ഞാൻ അതിന് ആശയ്ക്ക് 2 വർഷം മുമ്പാണ് തളപതി ചെയ്തത്. GB ഫിലിംസിന്റെ പടമായിരുന്നു. മണിസാറാണ്, ആ ഒരു പരിചയമുണ്ടല്ലോ. അതിനുശേഷം തളപതി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ സർഗം റിലീസായി. ഞാൻ ഫുൾ ടൈം ബിസിയായി. കുറേ നല്ല പടം ഹീറോയിക് ക്യാരക്ടേഴ്സിലേക്ക് വന്നു. കുടുംബസമേതമൊക്കെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ തമിഴിൽ നിന്ന് ഈ വിളി വരുന്നത്. ആലയം ഫിലിംസിൽ നിന്നാന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു മണിരത്നത്തിന്റെ ഓൺ പ്രൊഡക്ഷൻ, പുള്ളി സ്വന്തം പ്രൊഡക്ഷൻ ഇട്ടു. ആലയം പ്രൊഡക്ഷൻസിൽ നിന്ന് വിളിക്കുകയാണ്, സാർ ഇങ്ങനെ നിങ്ങൾക്ക് റോള് പുതിയ പടത്തിൽ മണിസാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്, വസന്താണ് സംവിധാനം. അപ്പോൾ എപ്പോഴാണ് മദ്രാസിലേക്ക് അടുത്തങ്ങാൻ വരുന്നുണ്ടോ? അപ്പോൾ ഈ സ്ഥിരം ഡബ്ബിംഗ് എല്ലാം മദ്രാസിലാണ്. ഞാൻ ഉടനെ വരുന്നുണ്ട്, പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വരുന്നുണ്ട്. സാർ വന്ന ഉടനെ ആലയം പ്രൊഡക്ഷൻസ് ഓഫീസിലൊന്ന് വരണം, സാറിനെ മീറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ചെന്ന ഉടനെ മദ്രാസ് ചെന്നവൻ്റെ വണ്ടി ഒരു നേരെ ടി നഗറിലാണ് ഓഫീസ്. ടി നഗറിൽ ഒരു സ്റ്റെയറിങ്ങിന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സ്റ്റെയർ കയറി മേളിൽ ചെല്ലുമ്പോൾ മണിസാർ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളിരിക്കുന്ന ഞാനിരിക്കുന്നു. ഇപ്പുറത്ത് വേറെ ആളെ പെണ്ണ്, എനിക്ക് ആളാന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് സാറിന് മണിസാറിനെ, സാർ വണക്കം സാർ, നല്ല ഇറക്കാന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം മനോജ്, ഇത് വസന്ത്, എൻ്റെ പുതിയ പടം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഡയറക്റ്റ് ചെയ്യുന്ന വസന്ത്. അപ്പോൾ മനോജിനൊരു നല്ല വേഷമുണ്ട് അതിൽ, അത് ചെയ്യണം. അതൊന്ന് വസന്ത് കഥ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ കഥയൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിച്ചു, ഇത് അടുത്ത കൊല്ലമാണ് ഞാനൊരു അമേരിക്കൻ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭഗവാൻ ആ സമയത്ത് വരുമോയെന്ന് പറഞ്ഞത് പെട്ടെന്ന് ചോദിച്ചു, സാർ എന്നാ സാർ ഡേറ്റ്? അത് നമ്മൾ ഏപ്രിൽ മെയിലെ ഷൂട്ട് ചെയ്യണം എന്ന് ഈ പുള്ളി ഡയറക്ടർ പറഞ്ഞു. ഞാൻ ഞാൻ ഒരു സെക്കൻഡ് അങ്ങ് സ്തബ്ധനായി എന്ന് പറയുന്ന പോലെ. ആ സെയിം ഡേറ്റാണ് അമേരിക്ക പോകേണ്ടത്. ഓൾറെഡി അവിടെ പരസ്യമൊക്കെ ചെയ്തു കഴിഞ്ഞു. അമേരിക്കയിൽ ഫസ്റ്റ് പ്രോഗ്രാം മുരളിച്ചേട്ടനെ, ഞാൻ, ഉർവശി, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് അതിൽ പോകുന്നു. സാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയ്യോ ഇത് മിസ് ചെയ്തത്, ഭയങ്കര നല്ല റോളാണെന്ന് പറഞ്ഞു. ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കണം, സ്പോൺസേഴ്സിന് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ 7 Arts വിജയകുമാറാണ്, നമ്മുടെ കാതോടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ആ പ്രോഗ്രാം അപ്പോൾ 7 Arts വിജയകുമാറോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു പടം തമിഴിൽ ഉഗ്രം പടമാണ്, നല്ല ക്യാരക്ടറാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ മനോജ്, എന്താ നിങ്ങളുടെയൊക്കെ പടം വെച്ച് അവിടെ അമേരിക്ക മുഴുവൻ പോസ്റ്റർ അടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ചെന്നില്ല, അത് നമ്മൾക്ക് ചോദ്യം വരില്ല, ഒരു വിഷയമില്ല, ഒരു കാരണവശാലും പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും മണിസാറിൻ്റെ അവിടെ ഓഫീസിൽ വിളിച്ചു, വസന്തിനെ വിളിച്ചു. സാർ ഒരു രക്ഷയില്ല സാർ, ഇങ്ങനെയാണ്. വസന്ത് വീണ്ടും എൻ്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ ഒരുപാട് പോയിച്ചു. സാർ മിസ് പണ്ണാതിങ്ങ സാർ, സൂപ്പർ റോൾ സാർ, നിങ്ങൾക്ക് കറക്റ്റായിരിക്കും സാർ, എന്താ ക്യാരക്ടർ എന്തെല്ലാം പറഞ്ഞ് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിമിരെന്നൊരു പടം, തമിഴ് തിമിര്, വിശാലാണ്, വിശാലിൻ്റെ തിമിര് അവിടെ കോടമ്പാക്കം സൈഡിലൊരു വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുമ്പം വസന്ത് അവിടെ വന്നു. ഈ തിമിര് നടക്കുന്നത് 2002-ലൊക്കെയാണ്, 2003-ലൊക്കെയാണ്. ഈ വസന്തിന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ സെറ്റിൽ കാണുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വസന്ത് സാർ വണക്കം സാർ, ഞാൻ താനേ അന്നേക്ക് നിങ്ങൾ ആസയിലെ അപ്പുറം പ്രകാശ് രാജ് പണിയ സാർ എന്താ ക്യാരക്ടർ പണിയിരുന്നത്. ഒന്ന് ആലോചിച്ച്, പ്രകാശ് രാജിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ബ്രേക്കാണ്. അതെ, അജിത്ത് നേരിട്ട് ഏറ്റവും വലിയ വില്ലനാണ്. അതെ. അപ്പോൾ അതുപോലത്തെ ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു ബ്രേക്കാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പൊ ഞാനത് ചെയ്താൽ നന്നാവണമെന്നും എനിക്കറിയില്ല. സ്ഥിരം വില്ലനല്ല, സിനിമ കണ്ടിട്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്ഥിരം വില്ലനെ അല്ല, അയാൾ ഒരേ സമയം രണ്ടുപേരെ, ഒരാളെ സ്നേഹിക്കും മറ്റൊരാളെ ലെസ്റ്റ്ഫുൾ ആയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള, എന്നാൽ അയാൾ ഒരു പട്ടാളക്കാരനാണ് താനും. അത് അത്ര അടുക്കും ചുറ്റിയുള്ള ഒരു മനുഷ്യൻ അത്ര എക്സെൻട്രിക് ആവുക. അത് മനോജേട്ടൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറെ, അത് സിനിമ ഓരോ വട്ടം ഈ അമൃത TV അതിന്റെ ഡബിൾ വേഷം വരും. അപ്പൊ ഞാൻ ഓരോ വട്ടം അത് കാണുമ്പോഴും മനോജ് KJ ചെയ്തിരുന്നെങ്കിൽ ആലോചിക്കും. ഞാനത് വസന്ത് അന്നാ സെറ്റില് തിമിരന്റെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. സാർ അന്ത ക്യാരക്ടറാ, ആമാ സാർ അന്ന് പ്രകാശ് രാജ് അന്ത ക്യാരക്ടർ പണ്ട് ഉങ്ങളെ തന്നെ കൂപ്പിട്ട മുതലേ. അപ്പൊ പ്രകാശ് രാജ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഇപ്പൊ ആ ക്യാരക്ടറിലും അങ്ങനെ ഒരു കാലിബർ വെച്ച് വേറെ സിനിമയിലൂടെ വന്നതാണ്. പക്ഷെ ഇതുപോലൊരു ബ്രേക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത്രയും നല്ലൊരു അവസരമായിരുന്നു അത്. അതെന്റെ ഏറ്റവും വലിയ നിർഭാഗ്യങ്ങളിലൊന്നാണ് ആ സിനിമ ചെയ്യാൻ പറ്റുന്നത്. ഇത് മണിസാർ നേരിട്ട് അവരുടെ ഓൺ പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുകയാണ്. അതോടെ ആ കണക്ഷനെല്ലാം എനിക്ക് പോയി. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം 2002-ലാണ് ഒരു തമിഴ് സിനിമ ചെയ്യുന്നത്, ധൂൾ. അത് ഭയങ്കര ഹിറ്റായിരുന്നു, വിക്രമുമായിട്ടുള്ള. എനിക്ക് പക്ഷെ ധൂളിനേക്കാൾ കൂടുതൽ സാറിന്റെ പ്രിയങ്കരമായിട്ടുള്ള തമിഴ് സിനിമ തിരുമലയാണ്. അതിനകത്ത് വിജയുടെ ഓപ്പോസിറ്റ് എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഉന്നെപ്പോലെ ഒരുത്തനെ കഴിച്ചിരുന്ന തമിഴ്നാട് ഞാൻ തലകീഴ തിരുപ്പി വെച്ചിരുന്നു. എന്ത് രസാന്ന് അറിയാതെ 1000 യാനയ്ക്ക് സമ്മണ്ടാണ്ടി. അതെ, ഗില്ലി ഗില്ലി ഗില്ലിടാ. സത്യമായിട്ടും ആ സമയത്ത് നമ്മൾ വിജയനെ നോക്കില്ല. അത് ഭയങ്കര ഒരു നൈസ്. അപ്പൊ ഇത് രണ്ടുപേരും എനിക്ക് പറയാനുണ്ടായിരുന്നു. രേഖാചിത്രം ആളുകളിലേക്ക് എന്താ പറയാ, ഒരു സിനിമയുടെ അകത്ത് സിനിമ, അതിനകത്തൊരു ക്രൈം വേൾഡ്. നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വിഭാഗത്തിൽ അങ്ങനെ സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. അതിനെ ജനങ്ങൾ ഒരു കൈ നീട്ടി സ്വീകരിക്കുന്നു.
എന്താണ് സിനിമ ഇനിയും കാണാനുള്ള പ്രേക്ഷകരിലേക്ക്, ഇനിയും എത്താനുള്ളവരിലേക്ക് 3 പേർക്കും പറയാനുള്ളതെന്ന്? ഇന്ന് സ്ഥിരം ഒരു കോൺസെപ്റ്റ് ഉണ്ടോ നമ്മുടെ സിനിമ ഓഡിയൻസിൻ്റെ ഇടയിൽ, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതായത് സിനിമയിൽ നല്ല പാട്ടുണ്ടാവണം, ഡാൻസ് ഉണ്ടാവണം, മസാലകൾ ഉണ്ടാവണം, തമാശ ഉണ്ടാവണം, ഫൈറ്റ് ഉണ്ടാവണം. ഇതെന്തെങ്കിലും നമ്മുടെ സിനിമയിലുണ്ടോ? ഇല്ല. തമാശയില്ല, ഫൈറ്റില്ല, നല്ല ഒരു പാട്ടുണ്ട്, അതൊരു മുണ്ടാഷ് പാട്ടാണ്. അങ്ങനെ ഡാൻസും പാട്ടും ഒരു കാര്യങ്ങളും ഇല്ലാതെ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ മലയാളികൾ എത്രത്തോളം വളർന്നിരിക്കുന്നു, സിനിമ ആസ്വാദന ലെവൽ മലയാളി പ്രേക്ഷകർ വളർന്നിരിക്കുന്നുള്ള അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ് ആണ് നമ്മൾ പറയുന്നത്. കാരണം ഇങ്ങനൊരു സിനിമയെ, ഇതൊരു മോശം സിനിമ എന്നുള്ളതല്ല, ഇത് ഏറ്റവും ബ്രില്യൻ സ്ക്രിപ്റ്റിൽ വരുന്ന ഏറ്റവും ബ്രില്യൻ സിനിമയാണ്. അത്തരം സിനിമയും നിറഞ്ഞ സദസ്സിൽ ജനം ഏറ്റെടുത്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ണിയുണ്ടായിരുന്നു, ഷെറിനുണ്ടായിരുന്നു, കാലിക്കട്ട് 1 മണിയുടെ ഷോയ്ക്ക് കാലിക്കട്ടിലെ ഹൈലൈറ്റ് മാളിലെ പലാക്സി അല്ലേ, പലാക്സി, അവിടെ ഞങ്ങൾ കയറി കണ്ടപ്പോൾ ഫുൾ പാക്ക് ചെയ്തു. അത് ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ്. അല്ലല്ല, രാത്രി 1 മണി 1:15 ഈ പടം തീരുമ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ കയറി നമസ്തേ ഇഷ്ടമായെന്നൊക്കെ ചോദിച്ചിട്ടുള്ള സ്ഥിരം സംഭവങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു അത്തരത്തിൽ ആണ് ഈ സിനിമയെ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ്, വിപ്ലവകരമായ മാറ്റമാണ് ഓഡിയൻസിൻ്റെ ഇടയിലുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിന് നന്ദി പറയേണ്ടത് മമ്മൂക്കയുടെ ആദ്യം നന്ദി പറയുന്നു. അത് ഈ ചിത്രം എടുക്കാൻ തീരുമാനിച്ച കാവ്യ ഫിലിംസ്, നമ്മുടെ അദ്ദേഹം വേണുകുന്നപ്പള്ളി, ആൻഡോ ജോസഫ്, ഓഫ് കോഴ്സ് ജോഫിൻ ടി ചാക്കോ, ജോഫിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന നമ്മുടെ അപ്പു, ജോണ്, രാമു സുനിൽ, പിന്നെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും. ആസിഫൊക്കെ എന്താ ചെയ്തിരിക്കുന്നല്ലേ, അസാധ്യം. അനശ്വര എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നു. ഒന്നും പറയാൻ വാക്കുകളില്ല, അത്ര മനോഹരമായ ഒരു സിനിമയെ നയിച്ചുകൊണ്ട് പോയി. ഉണ്ടല്ലേ ആസിഫ് ഈ ചേർത്ത് നിർത്തുന്ന ഒരുപാട് വീഡിയോകൾ കാണുന്നു. അവനെ ഷോർട്ട് ഫിലിം നായകൻ എന്ന് വിളിക്കരുത്, അവൻ ആർട്ടിസ്റ്റാണ്, അവൻ ഇനി മുതൽ രേഖാചിത്രത്തിന് ശേഷം നിങ്ങൾ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. വലിയ കോൺഫിഡൻസ് ആയിരുന്നു ആസിഫ്ക്ക് ഉണ്ണിലാലുവിൽ. അതൊക്കെ വലിയ നന്മയല്ലേ, ആ വാക്കുകളൊക്കെ വലിയൊരു നന്മയല്ലേ. ഒരു കോ ആർട്ടിസ്റ്റിനെ വളർന്നു വരുന്ന ഒരാള് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വാക്കുകൾ, അതൊക്കെ പുള്ളിയെ ഒരു ജനമധ്യത്തിലേക്ക് അങ്ങ് കോൺഫിഡൻസോടെ കൊടുക്കുകയാണ്. അതൊക്കെ ഒരു ഹീറോ ചെയ്യുന്ന വലിയ കാര്യം തന്നെയാണ്. സത്യം, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു വേർഡ് പുള്ളി പറയുന്നു. പിന്നെ എവിടെ പോവാണെങ്കിലും എന്നെ എപ്പോഴും വീഡിയോയിൽ കണ്ടില്ല പോലെ ഫുൾ ടൈം എന്നെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ ഉണ്ണിയോടെ ചോദിച്ചിട്ട് ഫുൾ ടൈം എന്നെ പുള്ളി കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചോളം ഭയങ്കര ഭാഗ്യമാണ് ഒരു ആക്ടർ, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ അങ്ങനെ പറയാന്നുള്ളത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഈ പടത്തിലുള്ള വേറൊരു പ്രത്യേകത, ഞാൻ മെയിൻ വില്ലനാണ് അല്ലേ, ഹീറോ പുറത്തുണ്ട്. ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസിൽ ഈ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ട് ഒരു അടി പോലും കിട്ടാതെ രാജപ്രൗഢിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോലീസുകാർ 10 പേര് എടുത്തുകൊണ്ട് പോയി വണ്ടി കയറിയിരുന്ന് പോകുന്ന ഒരു വില്ലൻ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഇയാളെ അത്ര അക്സസിബിൾ അല്ല, എല്ലാവരും പൊസിഷൻ വെച്ച് ഒരു CIക്ക് വന്ന് എവിടെയെങ്കിലും ഇട്ട് അടിക്കാനോ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ ആ സ്ക്രിപ്റ്റിനെ സമീപിച്ചിരിക്കുന്നത്. മനോജേട്ടൻ ഇത്രയും വലിയ വീട്ടിലും ഇതൊരു താമസിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത്രയും വലിയ വീട്ടിലാണ്. ഒരു റൂമിൽ അപ്പുറത്തെ റൂമിൽ പോകാൻ ഗൂഗിൾ മാപ്പ്. അപ്പൊ അത്രയും അതിഭീകര വീടാണ്. നിങ്ങൾ നേരിട്ട് പോയി കണ്ട ഇതൊന്നുമല്ല അവസ്ഥ, സ്ക്രീനിൽ കാണുന്ന അവസ്ഥയല്ല, ഭയങ്കര വീടാണ്. 30,000 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു അമേരിക്കയിലുള്ള ആളുടെ വീടാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അത്രയും നടന്നുകൊണ്ടാ മെലിഞ്ഞിരിക്കുന്ന. ചിലപ്പോൾ അതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വില്ലനാണ് ഞാൻ ചെയ്തത്. എന്നെ തൊടാൻ പോലും പറ്റിയിട്ടില്ല. നോട്ടങ്ങള് 3 നോട്ടമുണ്ട് ആസിഫ് ഖാന, സീൻ നോട്ടങ്ങളാണ്. ഇത് ചോദിക്കാതെ എന്തായാലും ഇന്റർവ്യൂ അവസാനിപ്പിക്കാൻ പറ്റില്ല. എപ്പോ തുടങ്ങും ബിലാൽ? ദൈവമേ, ഞാൻ ഈ ചോദ്യം കേട്ട് മടുത്തു. ഒരു പിടിയില്ല. കാരണം അത് സ്ക്രിപ്റ്റിന്റെ കുറച്ചുകൂടെ ഡെവലപ്പ് ആവാനുണ്ടെന്ന് പറയാറുണ്ട്. പിന്നെ മമ്മൂക്കാട് ഡേറ്റ്സിന്റെ വിഷയം പറയാറുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ കാരണങ്ങളാണ് പറയുന്നത്. എനിക്കറിയാം, ഞാൻ പിന്നെ എപ്പോഴും വിളിക്കാറൊന്നുമില്ല. അമലിനെ ഇടയ്ക്ക് ഒരു 6-7 മാസം വിളിച്ചു. അമൽ എന്തായി ചേട്ടാ, അത് ഉടനെ ആവും ചേട്ടാ, എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ? മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നില്ല ആ വേൾഡിലേക്ക് പിന്നെയും തിരിച്ചു പോകാൻ. ബിലാലിന്റെ പിന്നിൽ ഇങ്ങനെ നടക്കുന്ന എഡ്ഡിയായിട്ടും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. എന്ത് രസമായിരുന്നു ആ ഷൂട്ടിങ് ഫോർട്ട് കൊച്ചിയിൽ, എന്ത് രസമായിരുന്നു. ഇവരൊക്കെ അപ്പൊ കൊച്ചുങ്ങളായിരിക്കും. 2007 2017 10 എത്ര വർഷമായി? 17. അപ്പം അന്ന് കണ്ടിരുന്നോ ബിഗ് ബി? എന്തായാലും ആ വേൾഡിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വരട്ടെ, ആ സിനിമ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 3 നേരത്തിന് ഒരുപാട് നന്ദി. സിനിമയുടെ അകത്തെ രേഖ സിനിമ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ച 3 പേരാണ് നിങ്ങൾ. അതിന് ഇനിയും സിനിമ നിങ്ങൾക്ക് തിരിച്ച് പേ ഓഫ് തരട്ടെ. ഒരുപാട് ഇത് വെറും ഒരു രേഖാചിത്രമല്ല,
ഇത് ഭാഗ്യരേഖ ചിത്രമാണ്. ഏ താങ്ക് യു. താങ്ക് യു. താങ്ക് യു.